ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ടാറ്റ പവർ. 2 വർഷത്തിനുള്ളിൽ ആണവ നിലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ടാറ്റ പവർ MD പ്രവീർ സിൻഹ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സോളാർ ഉപകരണ ഇറക്കുമതിക്ക് US ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യയിൽ മാത്രമല്ല US-നും മറ്റ് ആഗോള വിപണികൾക്കും സോളാർ മൊഡ്യൂളുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു വലിയ അവസരം ടാറ്റ പവർ കാണുന്നു. കമ്പനിക്ക് ഏകദേശം 4.9 ജിഗാവാട്ട് സോളാർ എനർജി ഉൽപാദന സൗകര്യമുള്ളതായും 1 ജിഗാവാട്ട് വരെ രാജ്യത്തിന് പുറത്തു വിൽക്കാൻ കഴിഞ്ഞേക്കുമെന്നും ടാറ്റ പവറിന്റെ MDയും CEOയുമായ പ്രവീർ സിൻഹ പറഞ്ഞു. ഇതിനോടൊപ്പമാണ് ടാറ്റ പവർ ആണവോർജ്ജ മേഖലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന കാര്യം പ്രവീർ സിൻഹ അറിയിച്ചത്. ആണവോർജ്ജത്തിലെ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനോടൊപ്പം വലിയ മോഡുലാർ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് കമ്പനിയെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിന് അനുയോജ്യമായ സ്ഥലങ്ങൾക്കുള്ള അന്വേഷണത്തിലാണ് കമ്പനി. അടുത്ത 2 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ആണവ നിലയത്തിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രവീർ സിൻഹ കൂട്ടിച്ചേർത്തു. 2030കളുടെ തുടക്കത്തിൽ തന്നെ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക സഹകരണത്തിനായി ഇന്ത്യയിലെയും ആഗോളതലത്തിലെയും കമ്പനികളുമായി ടാറ്റ പവർ ചർച്ചകൾ നടത്തിവരികയാണ്. കൽക്കരി അധിഷ്ഠിത പ്ലാന്റുകളേക്കാൾ ആണവ പദ്ധതികൾക്ക് ഉയർന്ന മൂലധന ചെലവുണ്ട്. ടാറ്റ പവറിന്റെ വിപണി മൂലധനം ഏകദേശം 1,26,902.91 രൂപയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഓഹരി ഏകദേശം 8% ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കയ്യിൽ പണമില്ലെങ്കിലും ഇനി യാത്ര ചെയ്യാം. ശ്രദ്ധ നേടി ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സംവിധാനം. അറിയാം pay later സംവിധാനത്തെക്കുറിച്ച്. രാജ്യത്തെ ഏറ്റവും മികച്ച ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. താങ്ങാനാവുന്ന യാത്രയ്ക്ക് പേരുകേട്ട ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹവുമാണ്. പലപ്പോഴും പണമില്ലാത്തതുകൊണ്ട് ആളുകൾ യാത്രകൾ മാറ്റിവെക്കാറുമുണ്ട്. എന്നാൽ ഇനി അത് വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ pay later എന്ന പുതിയ സംവിധാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇതോടകം ഈ സംവിധാനം യാത്രക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൗജന്യമായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും പണമടയ്ക്കാൻ 14 ദിവസത്തെ സാവകാശവും pay later സംവിധാനം യാത്രക്കാർക്ക് നൽകും. ഡിജിറ്റൽ ഇന്ത്യയെയും പണരഹിത സമ്പദ്വ്യവസ്ഥയെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതി വഴി റെയിൽവേ ലക്ഷ്യമിടുന്നത്. അതേസമയം പുതിയ പദ്ധതി കൂടുതൽ ആളുകളെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ആകർഷിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിംഗ് ഇല്ലാതെ തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ആകർഷണം. അർത്ഥശാസ്ത്ര ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് IRCTC ഈ സേവനം ഒരുക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കൈവശം 1 രൂപ പോലും ഇല്ലെങ്കിലും ഇന്ത്യൻ റെയിൽവേയിൽ സുഖമായി യാത്ര ചെയ്യാം. IRCTC വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനായി pay later സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. ട്രെയിൻ യാത്രകൾക്ക് പുറമെ IRCTC വാഗ്ദാനം ചെയ്യുന്ന ടൂർ പാക്കേജ് ടിക്കറ്റുകൾക്കും ഈ സേവനം ലഭ്യമാക്കും. ഈ സേവനം അല്പം കൂടി സുരക്ഷിതമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാരണം ഇവിടെ ബുക്കിംഗിനായി വ്യക്തി അവരുടെ കാർഡ് നമ്പർ നൽകുകയോ അവരുടെ വാലറ്റ് ബാലൻസ് ടോപ്പ് അപ്പ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. ജനറൽ തത്കാൽ ടിക്കറ്റുകൾക്കും pay later സംവിധാനം ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓലയ്ക്കെതിരെ പരിശോധന ശക്തമാക്കി കേന്ദ്ര സർക്കാർ. പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 100ഓളം ഷോറൂമുകൾ അടച്ചുപൂട്ടി. മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഓല ഇലക്ട്രിക്കിന് സർക്കാരിന്റെ കൂടുതൽ പരിശോധന നേരിടേണ്ടി വരുമെന്ന് സൂചന. ഇന്ത്യയിലുടനീളമുള്ള സ്റ്റോറുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, എത്ര ട്രേഡ് സർട്ടിഫിക്കറ്റുകൾ കൈവശം വെച്ചിട്ടുണ്ട്, എത്രയെണ്ണം ഇല്ല എന്നിവയുൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ട് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കമ്പനിക്ക് 4ാമത്തെ കത്ത് നൽകാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഓല ഇലക്ട്രിക്കിന്റെ വാഹന രജിസ്ട്രേഷനുകളും യഥാർത്ഥ വിൽപ്പന കണക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ റോഡ് ഗതാഗത മന്ത്രാലയം അന്വേഷിച്ചു വരികയാണ്. കൂടാതെ ഓല ഇലക്ട്രിക്കിനെതിരെ ലഭിച്ച പരാതികൾ അന്വേഷിക്കാൻ ഘനവ്യവസായ മന്ത്രാലയം 4 ഏജൻസികളെ നിയോഗിച്ചു. പരിശോധനകളിൽ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി 100-ലധികം ഓല ഇലക്ട്രിക് സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ മഹാരാഷ്ട്ര ഗതാഗത വകുപ്പ് അടുത്തിടെ ഉത്തരവിട്ടിരുന്നു. പരിശോധിച്ച 131 ഷോറൂമുകളിൽ 107 എണ്ണം ആവശ്യമായ വ്യാപാര സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നവയാണെന്ന് കണ്ടെത്തി. ഓല ഇലക്ട്രിക് ഔട്ട്ലെറ്റുകളിലെ ലൈസൻസ് ഇല്ലാത്ത വിൽപ്പന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് മഹാരാഷ്ട്ര ഗതാഗത വകുപ്പിന്റെ നടപടികൾ. ഇന്ത്യൻ നിയമപ്രകാരം വാഹനങ്ങൾ നിയമപരമായി വിൽക്കുന്നതിനോ ടെസ്റ്റ് ഡ്രൈവുകൾക്കായി നൽകുന്നതിനോ ഡീലർഷിപ്പുകളും ട്രേഡ് സർട്ടിഫിക്കറ്റുകളും നേടണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. LNG ഉപയോഗം കുറയ്ക്കാനൊരുങ്ങി ഇന്ത്യ. വില വർധനവാണ് വില കുറഞ്ഞ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ ഊർജ്ജ ഇറക്കുമതി കമ്പനികളെ നിർബന്ധിതരാക്കുന്നത്.
കയറ്റുമതി പ്ലാന്റുകളിലെ തടസ്സങ്ങൾ മൂലമുണ്ടായ LNG വിലയിലെ വർധനവ് കാരണം ഗെയിൽ ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ ഇന്ത്യൻ ഊർജ്ജ ഇറക്കുമതി കമ്പനികൾ വിദേശത്തുനിന്ന് വാങ്ങുന്ന LNGയുടെ അളവ് കുറച്ചു. നാഫ്ത, പ്രൊപ്പൈൻ തുടങ്ങിയ വില കുറഞ്ഞ എണ്ണ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇത്തരം കമ്പനികൾ ഇപ്പോൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഏപ്രിലിലെ ഇന്ത്യയുടെ മൊത്തം LNG ഇറക്കുമതി ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ 5% കുറഞ്ഞ് 1.9 ദശലക്ഷം ടണ്ണായി. കെപ്ലർ കണക്കുകൾ പ്രകാരം 2023 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിമാസ LNG ഇറക്കുമതി അളവാണിത്. മലേഷ്യയിൽ ഉൽപാദന തടസ്സങ്ങൾ കാരണം LNG വില അടുത്തിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏഷ്യൻ ഉപഭോക്താക്കൾക്ക് ഇന്ധനം വിതരണം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടാക്കി. അതേസമയം യൂറോപ്പിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി സൗകര്യമായ ഇക്വനോറിന്റെ ഹാർബർ ഫെസ്റ്റ് LNGയുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ ജൂലൈ വരെ നീണ്ടുനിൽക്കും. അതേസമയം US 10-year എനർജിയുമായി ഒരു ദീർഘകാല വിതരണ കരാറിലേർപ്പെടാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചർച്ചകൾ നടത്തിവരികയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിരവധി പുതിയ LNG വിതരണ കരാറുകൾ ഒന്നായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയുടെ ലാഭത്തിൽ വന്നിടിവ്. ട്രംപിന്റെ ഡോജിലെ പ്രവർത്തനം കുറയ്ക്കാനൊരുങ്ങി ഇലോൺ മസ്ക്. ട്രംപ് ഭരണകൂടത്തിലെ മസ്കിന്റെ പങ്കിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡോജിലെ പ്രവർത്തന സമയം കുറയ്ക്കാനൊരുങ്ങി ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. തന്റെ കമ്പനിയായ ടെസ്ലയുടെ ലാഭത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതോടെയാണ് ഡോജിലെ പ്രവർത്തനം കുറയ്ക്കാൻ ഇലോൺ മസ്ക് തീരുമാനിച്ചത്. ടെസ്ലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായാണ് പുതിയ തീരുമാനമെന്ന് മസ്ക് അറിയിച്ചു. ഈ വർഷമാണ് കമ്പനിയുടെ ലാഭത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. 71% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ ബ്ലോക്കിൽ 2025 ആദ്യപാദത്തിൽ വിൽപ്പന 45% കുറഞ്ഞ് 36,000 യൂണിറ്റായി കുറഞ്ഞുവെന്ന് യൂറോപ്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു. മാർച്ചിൽ മാത്രം 36% വിൽപ്പനയിൽ കുറവുണ്ടായത്. പ്രധാന കാർ ഗ്രൂപ്പുകളുടെ വിൽപ്പനയിലെ ഏറ്റവും വലിയ ഇടിവാണിത്. മസ്കിന്റെ പല രാഷ്ട്രീയ നിലപാടുകളും ലോകവ്യാപകമായി വിമർശനത്തിനിടയാക്കിയിരുന്നു. മസ്കിന്റെ നടപടികളിലുള്ള രോഷം ടെസ്ലയോടാണ് പലരും തീർത്തത്. ഇതേ തുടർന്നുണ്ടായ പല പ്രതിഷേധങ്ങളുടെയും ഭാഗമായി ടെസ്ല ഷോറൂമുകൾക്ക് മുൻപിൽ ജനങ്ങൾ പ്രകടനം നടത്തിയിരുന്നു. ഇതെല്ലാം കമ്പനിയുടെ മൂല്യത്തിൽ ഇടിവ് വരുത്തിയെന്നാണ് വിലയിരുത്തൽ. കൂടാതെ പല പ്രമുഖരും ടെസ്ല കാറുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ വലിയ ഇറക്കുമതി തീരുവ ടെസ്ലയ്ക്കാവശ്യമായ പല ഘടകങ്ങളുടെയും ഇറക്കുമതിയെ ബാധിച്ചു. ചൈന US ഉൽപ്പന്നങ്ങൾക്കു മുകളിലുള്ള തീരുവ വർദ്ധിപ്പിച്ചതും ഇലോൺ മസ്കിനെ പ്രതികൂലമായി ബാധിച്ചു. ടെസ്ലയുടെ പുതിയ 2 മോഡൽ കാറുകളുടെയും ചൈനയിലേക്കുള്ള കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുമൂലം ഈ വർഷം ഇതുവരെ മാത്രം ടെസ്ലയുടെ വരുമാനത്തിൽ 9% കുറവുണ്ടായതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.